नाम क्या है तुम्हारा? क्या नाम हो तुम्हारा? सभी सनातनी भाइयों को यही कहना चाहता हूँ, देश इसी से बर्बाद हो रहा है। सोचो ये कितना चाहता हूँ कि जीसस क्राइस्ट का ग्रंथ का नाम बताओ। जस्ट टेल मी, कहाँ से मैन्युफैक्चर हुआ है? भारत वर्ष में ये पैदा हुआ ही नहीं था। विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारे इंडिया में क्या रहेगा नहीं। എഴുതിയേക്കുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. ഇനി എല്ലാവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഉത്തർപ്രദേശിൽ ക്രിസ്മസ് അവധിയില്ല. കരോൾ സംഘമായിട്ടാണോ പറയുന്നത്? ഈ കാളാണ്ട് അതില് ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങള് അല്ല മദ്യപിച്ചിട്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ട്. ഹായ് ഒരുവൺ, ഈ വീഡിയോ ക്ലിപ്പ് മൊത്തത്തിൽ ഞാൻ വെക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. BJP സപ്പോർട്ട് കൊടുക്കുകയാണ്. പാവങ്ങളായ ക്രിസ്ത്യൻ പള്ളികളുടെ പള്ളി തകർക്കുമ്പോഴും പാവങ്ങളായ ക്രിസ്ത്യൻ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ BJPയുടെ നേതാവായ കൃഷ്ണകുമാർ പറയുകയാണ് അത് ശരിയെന്ന്. നല്ലവരായ ക്രിസ്ത്യാനികളെ BJPക്കാണ് നിങ്ങൾ വോട്ടിടുന്നെങ്കിൽ ഈ വീഡിയോ മസ്റ്റായി ഒന്ന് നിങ്ങൾ കാണുക. പിന്നൊരു കാര്യം കൂടി പറയുകയാണ്, ഇത് ഹൈന്ദവരല്ല ചെയ്യുന്നത്, നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളല്ല ഇത് ചെയ്യുന്നത്. രാമായണം പഠിച്ച നല്ല രീതിയിൽ മതമെന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഹൈന്ദവരല്ല ഇത് ചെയ്യുന്നത്. ഹിന്ദു നാമധാരികളാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇവരെ ഹിന്ദു ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ നരേന്ദ്രമോദിയുടെ സ്പീച്ച് കേട്ടിട്ട് അത് ശരിയെന്ന് വിചാരിക്കുന്ന ഹിന്ദു നാമധാരികളാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ BJPക്കാർ അതിന് സപ്പോർട്ട് കൊടുക്കുന്നു. അതും കേരളത്തിലുള്ള BJPക്കാർ അതിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്നറിയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. വീഡിയോ ക്ലിപ്പ് എല്ലാം വെക്കാം. കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന ആരോപണം വന്നു. രാഹുൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചെറിയൊരു ആരോപണം വന്നപ്പോൾ പാർട്ടിയിൽ നിന്നാണ് VD സതീശൻ പുറത്താക്കിയത്. നിങ്ങൾ നോക്കൂ, അത്ര നല്ല കോൺഗ്രസ് ഇവിടെ BJPയുടെ പ്രവർത്തകർ ക്രിസ്ത്യനിൻ്റെ പിഞ്ചോമന കുട്ടികളെ ആക്രമിക്കുമ്പോൾ അതിന് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ കൃഷ്ണകുമാർ പറയുകയാണ് അല്ല, ന്യായീകരിക്കുകയാണ്, മദ്യം കുടിച്ചാണ് അവർ വന്നതെന്നൊക്കെ പറഞ്ഞ്. നാണവും മാനവും ഇല്ലാത്തവൻ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കഴിഞ്ഞ വീഡിയോ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. എനിക്ക് 4-5 സംഖ്യകൾ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. വർഗീയത നമ്മൾ, അതായത് എന്നെ കൊന്നാലും കുഴപ്പമില്ല, വർഗീയത ഞാൻ വിളിച്ച് പറയാം, അതിപ്പോൾ ആര് ചെയ്താലും. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഒരു പെൺകുട്ടി, ഒരു ചുണക്കുട്ടിയായിട്ടുള്ള പെൺകുട്ടിയാണ് പറയുന്നത്, ഹൈന്ദവ പെൺകുട്ടിയാണ്. ആ വീഡിയോ ആണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, അതായത് ഹൈന്ദവ സഹോദരങ്ങൾ കാണണം, ക്രിസ്ത്യാനികളും കാണണം. ഇവിടെ വർഗീയത ഇല്ല, അതുകൊണ്ടാണ് ഹൈന്ദവ സഹോദരി വർഗീയത ഇല്ലാതെ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ അത് കേൾക്കണം. അതിനുശേഷം ചെറിയ പിഞ്ചോമന കുട്ടികളെ തകർക്കുന്ന, കൊല്ലുന്ന വീഡിയോ ക്ലിപ്പ് അടക്കമുണ്ട്. ഓക്കെ, ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി. मनुस्मृति है, उपनिषद है. हम कोई भी क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे. Am I clear? ഈ ഒരു വീഡിയോ ഇപ്പൊ ഇവിടെ കാണിക്കാനുള്ള കാരണം ഇത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് കേട്ടോ. 2 ദിവസം മുമ്പ് നടന്നതാണ്. അത് നമ്മുടെ നോർത്ത് ഇന്ത്യയില്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പഠിച്ച ഹിസ്റ്ററി ക്ലാസ്സിൽ ഞാൻ അറിഞ്ഞത് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതും എല്ലാവർക്കുമാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ. പ്രത്യേക കൂട്ടുകാർക്കെന്നും പറഞ്ഞിട്ടല്ല ഇന്ത്യൻ ഭരണഘടന അത് എഴുതിയേക്കുന്നത്, എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. ഇനി എല്ലാവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, കുറേ ഉണ്ട്. അതിൽ കുറച്ചുള്ളതാണ് ഉണ്ണാനും ഉറങ്ങാനും സംസാരിക്കാനും ജീവിക്കാനുമുള്ള അധികാരവും അർഹതയും എല്ലാവർക്കും ഉണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ കാനഡയിൽ വന്നിട്ട് ഏകദേശം ഒരു 5 വർഷം ആവാറായിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എന്നെ സഹായിക്കുന്ന ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിലുള്ള ആൾക്കാരല്ല, ഞാൻ പോലും അറിയാത്ത നാനാ മതത്തിൽപ്പെട്ട ആൾക്കാരുകളാണ് കേട്ടോ എന്നെ സഹായിച്ചേക്കുന്നത്. എന്തിന്റെ ബേസിലാണെന്നറിയാമോ? വെറും ഹ്യൂമാനിറ്റിയുടെ ബേസിലാണ്. ഈ ചേട്ടന്റെ വീഡിയോയിൽ പറയുന്നത് ആ ഒരു പ്രത്യേക കൂട്ടുകാരുടെ രീതിയിൽ മാത്രം ജീവിച്ചാൽ മതി, ബാക്കിയുള്ളതൊന്നും ഫോളോ ചെയ്യേണ്ടെന്നാണ് പറയണത്. അങ്ങനെ പറയുകയാണെങ്കിൽ അമേരിക്കൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, അറബിക്സ് ഉണ്ട്, അവരെല്ലാം പറയാണ് അവർ വിശ്വസിക്കണ മതത്തിൽ മാത്രം, അല്ലെങ്കിൽ അവർ പറയുന്ന റൂളുകൾ മാത്രം ഫോളോ ചെയ്താൽ മതി ഇവിടെ വരുന്ന ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഇന്ത്യൻസിന് അത് ഉൾക്കൊള്ളാൻ പറ്റും? എത്ര പേര് അത് അക്സെപ്റ്റ് ചെയ്യും? അപ്പൊ ഇപ്പൊ ഞാനിത് പറഞ്ഞതുകൊണ്ട് നാളെ രാവിലെ എണീക്കുമ്പോൾ ഇതിന് മാറ്റങ്ങളൊന്നും വരാൻ പോകണമെന്നില്ല. പക്ഷെ എനിക്ക് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ആളെന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അടങ്ങുന്ന പുതിയ തലമുറയോട് പറയാനുള്ളത്, നമ്മുടെ കൂട്ടത്തിലോ നമ്മുടെ വീടുകളിലോ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലോ ഒക്കെ ഇതുപോലെ മതത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യല്ലേ. കാരണം വിവരമില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല്ലേ. അറ്റ്ലീസ്റ്റ് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതിന്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ കാണിക്കാം. എല്ലാവർക്കും സ്നേഹവും സഹായവും മാത്രം ചെയ്ത് ജീവിക്കാം. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് മൈ വീഡിയോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. കേട്ടോളൂ നിങ്ങൾ, അഞ്ജന എന്ന ചുണക്കുട്ടിയായ ചെറുപ്പക്കാരിയാണ് പറഞ്ഞത്. വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഇത് ചെയ്യോ? അഥവാ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കോ?
BJPയുടെ കൃഷ്ണകുമാർ ന്യായീകരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പിഞ്ചോമന കുട്ടികൾ അടിക്കുന്നത്, അടിച്ചോളൂ കുട്ടികൾ മദ്യം വെച്ച് വന്നത്. അവൻ പറയുന്നത് ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് UP-യിലൊരു വാർത്ത വന്നിട്ടുണ്ട്. ഓക്കെ, UP-യിലൊരു പയ്യൻ പറയുന്നുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഉത്തർപ്രദേശിൽ ക്രിസ്മസ് അവധിയില്ല. സ്കൂളുകളിൽ വാജ്പേയി ജന്മശതാബ്ദി ആഘോഷിക്കാൻ നിർദ്ദേശിച്ചു UP സർക്കാർ. ഉത്തർപ്രദേശിലുള്ള മലയാളികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ക്രിസ്ത്യാനികൾ അറിയാം, ദയവ് ചെയ്ത് നിങ്ങൾ ആ ക്രിസ്മസ് ദിവസം കേരളത്തിലോ അല്ലെങ്കിൽ BJP ഭരിക്കാത്ത മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ പോയി സന്തോഷമായി ക്രിസ്മസ് ആഘോഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം UP എന്ന് പറയുന്ന സംസ്ഥാനം പൂർണ്ണമായിട്ടും കാവ്യവൽക്കരണമാണ്. അതുകൊണ്ട് തിരുത്താനോ പറഞ്ഞു മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവർ പറഞ്ഞത് തന്നെ ചെയ്യും. ക്രിസ്ത്യൻ മത സംഘടനയിൽപ്പെട്ട BJP എന്ന പാർട്ടിയിൽ അലിഞ്ഞു കിടക്കുന്ന ഒരുത്തനും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് വാ തുറക്കില്ല. अरे इधर ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं. उठा ले बड़ोदा डिसेंबर परिवहन में किसी को पूछ के बैठा है इधर, कहीं से भी आके बैठ जाओगे. अरे ये नहीं बैठ सकते आप, ये जगन्नाथ देश है, जगन्नाथ चलेगा, ये सब नहीं चलेगा इधर. इसको तुरंत നിങ്ങളുടെ തന്തയുടെ വകയാണോ നായ്ക്കളെ ഇന്ത്യ? നിങ്ങളുടെ തന്തയുടെ വകയാണ്, നിങ്ങളുടെ തന്തയാണോ കൊണ്ടുവന്നത്? വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ വിട്ടാലാവോ? ഒരു കാര്യം പറയുകയാണ്, ഇനിയെങ്കിലും നരേന്ദ്രമോദിയെ നമ്മൾ വെക്കാൻ പാടില്ല. ഇന്ത്യയുടെ ജനാധിപത്യം ഇല്ലാതാവും. നല്ലവരായ ഹൈന്ദവരെ, നല്ലവരായ ക്രിസ്ത്യാനികളെ, നല്ലവരായ മുസ്ലിമികളെ നിങ്ങൾ ചിന്തിക്കണം. വോട്ടിടുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, നമ്മുടെ രാജ്യത്ത് വേണ്ടി നമ്മുടെ തലമുറ, ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾ ഇതൊക്കെ കണ്ടുപഠിച്ചാൽ എന്താവും അവസ്ഥ? അതായത് മതം ഞാൻ എന്താണ് പറയണത്, എൻ്റെ വായിന്ന് വരുന്നില്ല. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ വിഷം കാറുന്നത്? ഓക്കെ, നമുക്ക് അടുത്ത ഒരു പയ്യനും കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം നായ്ക്കളുടെ വീട് നമുക്ക് നായ്ക്കൾ മർദ്ദിക്കുന്ന വീട് നമുക്ക്. ഒരു സ്ഥലത്ത് ക്രിസ്ത്യൻ വസ്തുക്കൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു പാവത്തിന്റെ വയറ്റിപ്പഴപ്പ് ഇല്ലാതാക്കുക. വേറൊരു സ്ഥലത്ത് നമ്മുടെ കേരളത്തില്, അതായത് കരോള് പാടാനെത്തിയെന്നും പറഞ്ഞിട്ട് വെറുതെ പിടിച്ച് തല്ലുക. നമ്മളെ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ഒരു ആശയം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഡൈവേഴ്സിറ്റി കുറച്ച് കൂടിപ്പോയി. അതായത് മതഭ്രാന്ത് പിടിച്ച കുറച്ച് കീടങ്ങൾ കൂടിയിട്ടുണ്ട്. അതിന്റെ പല വകഭേദങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ യൂണിറ്റി നശിച്ചു. പൊതുജനം പല വിധം എന്ന് പറഞ്ഞ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും ആഘോഷിച്ചുണ്ടായിരുന്നത് ന്യൂനപക്ഷങ്ങൾ എവിടേക്കുണ്ടോ ആ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ വലിയ വലിയ ആളുകൾ വരുന്നു. അതായത് കൂടുതലുള്ള ആൾക്കാർ, അതിപ്പോ എല്ലാ മതത്തിലും ഉണ്ട്, ഒരു മതത്തിൽ മാത്രമല്ല. സത്യം പറഞ്ഞ ഈ നാട് മുടിഞ്ഞ നാരായണക്കല്ലായി, അത് വേണം പറയാൻ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഷോക്കാണ്. ഓക്കെ, അതായത് നമ്മൾ മുമ്പ് ബീഹാറിലും UP-യിലും ഒക്കെയാണ് ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുന്നത്. ഇപ്പോൾ സ്വന്തം കേരളത്തിൽ, ദൈവത്തിൻ്റെ നാടായ കേരളത്തിൽ ക്വിഞ്ചോമന കുട്ടികളെ തല്ലുകയാണ്. അതിന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. നാണവും മാനവും ഇല്ലാത്ത കൃഷ്ണകുമാറിൻ്റെ വാക്കുകളാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. അതിനുശേഷം 2 വീഡിയോ ക്ലിപ്പും കൂടിയുണ്ട്. ഓക്കെ, CPIM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയുന്നത്? ഈ കാളാണ്ടി അതിൽ ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ അല്ല മദ്യപിച്ചിട്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ബിഷപ്പ് അല്ല, ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM-ന്റെ ക്രിമിനൽ സംഘം പോയതാ. എവിടെയെങ്കിലും ബാൻഡ് ഇതിൽ CPIM-ന്റെ ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോൾ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കരോൾ നടത്തിയാൽ അടികിട്ടുമെന്നായിരുന്നു BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന്റെ പ്രതികരണം. മാത്രമല്ല, ഇപ്പൊ പറഞ്ഞു പാലക്കാട് കരോള് തടസ്സപ്പെടുത്തി. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുവാൻ അതിന് പർപ്പസ്ഫുള്ളി ആയിട്ട് ശ്രമം നടക്കുന്നു എന്നുള്ള സംശയമില്ല. ആക്രമണത്തെ അപലപിച്ച് പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ രംഗത്തെത്തി. ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. എന്താ കൃഷ്ണകുമാറെ, നാണമുണ്ടോ കൃഷ്ണകുമാറെ? നീ എന്തായാലും ഇലക്ഷന് നിൽക്കുമല്ലോ, ക്രിസ്ത്യൻ പടി നിനക്ക് കയറണ്ടേ കൃഷ്ണകുമാറെ? ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിന്റെ മനസ്സിൻ്റെ അകത്ത് വർഗീയതയുടെ വിഷയമാണുള്ളത്. ഓക്കെ, എന്തെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അത് ചെയ്തത് തെറ്റാണ്, ഇനി ഞങ്ങൾ ചെയ്യാൻ സൂക്ഷിക്കാം, ചെയ്തത് അവരെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കുന്നു എന്ന് പച്ചക്കള്ളമെങ്ങനെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ കൃഷ്ണകുമാറെ? നീ ഒരു നേതാവല്ലേ കൃഷ്ണകുമാറെ? നിന്റെ വായിന്ന് എങ്ങനെയാണ് കൃഷ്ണകുമാറെ ഇങ്ങനെയുള്ള ചെറ്റ വർത്താനം ചെയ്യുന്നത്? ന്യായീകരിക്കുകയാണ് CPM-ന്റെ മറ്റേ പിള്ളേർ മദ്യം പിടിച്ച് പോയതെന്ന്. അവനെ വല്ലാതെ തെറി വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ വിളിക്കുന്നില്ല. ക്രിസ്ത്യാനികളെ നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ ആട്ടി ഓടിക്കണം ഇവനൊക്കെ.
പാലക്കാടിലുള്ള നല്ലവരായ ക്രിസ്ത്യാനികളോടാണ് ഞാൻ പറയുന്നത്. മറ്റന്നാൾ വരും 3 മാസം ഇലക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഇവനത് ചെരുപ്പിൽ അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇവന് ഒരു വാക്ക് പറഞ്ഞൂടെ, ഞങ്ങളുടെ ആൾക്കാർ എന്ന് പറയുന്ന വേറെ ആരും അങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ന്യായീകരണം പറഞ്ഞിട്ട് ഇവന് മുങ്ങാമായിരുന്നില്ലേ. പറയുകയാണ് ബബ 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 നായി പോലത്തെ. നമ്മളിവിടെ ജാതി മത ഭേദമില്ലാതെ ക്രിസ്ത്യൻ ഒന്നാണ്, വിൻസെന്റ് ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ഇവന്റെ ആൾക്കാർ, ഇവന്റെ ചെറ്റകൾ നല്ലവരായ ക്രിസ്ത്യാനികളുടെ പിള്ളേരടിച്ചതിനാണ് അവന്റെ ഒരു വർത്താനം. അവൻ ആരാണ്? ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം. ഓക്കെ, എവിടെയോ यूपीയിലോ ബീഹാറിലോ നടന്നതാണ്, ഒന്ന് കണ്ടു നോക്കണം. चंदन लगाने वाला एक मुस्लिम है, पकड़ा गया है। आइए चलिए हम आप लोगों को दिखाते हैं। नाम क्या है तुम्हारा? क्या नाम हो तुम्हारा? साहिल। पूरा नाम क्या? साहिल क्या के? साहिल खान। मुर्गा मीट खाते हो कि नहीं खाते? खाते हो? मुर्गा मीट तुम खा के ऐसे देखिए, यही मैं कहना चाहता हूँ। मुर्गा मीट खाता है, रुक जा, रुक जा। मुर्गा मीट खा के और ये लोगों को चंदन लगाता है। मैं सभी सनातनी भाइयों को यही कहना चाहता हूँ, देश इसी से बर्बाद हो रहा है। सोचो, ये कितना साल उम्र तुम्हारा? 8 साल की उम्र का लड़का, मुस्लिम घर का लड़का, ये आके सबको चंदन लगा रहा है, सबको अपवित्र कर रहा है। आदरचोद कौन है तू? भोसड़ी वाला, तेरे को कौन बताया ऐसा? हाँ, तू कौन है? हिंदू मुसलमान क्रिश्चियन बोलने का तू कौन है? तेरा बाप इधर इंडिपेंडेंस दिया भोसड़ी के? ഇവനുള്ള മറുപടി ഹിന്ദിയിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഓക്കെ, എനിക്ക് ഹിന്ദി നല്ലോണം അറിയാം. ഞാൻ മുംബൈയിലാണ് എൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവൻ ആരാണ്? വർഗീയതയുടെ വിഷം കൊണ്ടുവരികയാണ്. അവൻ്റെ അപ്പനും അമ്മയും ആ നായയെ വളർത്തിയത് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാം ഇങ്ങനെ ഒഴിവാക്കിയാൽ മതിയോ? ആദ്യം ഇവരൊക്കെയാണ് തൂക്കിക്കൊല്ലേണ്ടത്. നമ്മുടെ നാട് എങ്ങനെയാണ് നന്നാവുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണ്. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും ഇപ്പോൾ ചൈനയിൽ, ഞാൻ 2 എക്സാമ്പിളാണ് പറയുന്നത്. ചൈനയും നമ്മുടെ ഇന്ത്യയും ഒന്നായിരുന്നു എല്ലായിടത്തും. ഇപ്പോൾ നോക്കൂ, ചൈന വികസിച്ച് എവിടെ എത്തി? നമ്മുടെ ഇന്ത്യ എവിടെ? ഇന്ത്യയിൽ മോദി ചെയ്യുന്നത്, ഞാൻ കുറ്റം പറയുന്നതല്ല, ഇവിടെ അമ്പലം വേണം, പള്ളി വേണം, ചർച്ച് വേണം, എല്ലാം വേണം. പക്ഷേ വേണ്ട രീതിയിൽ വേണം. നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത്? അമ്പലം പണിയുന്നതല്ലേ? അല്ല, വിദ്യാഭ്യാസമുള്ള ഹൈന്ദവരെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ പള്ളികളും അമ്പലങ്ങളും ക്രിസ്ത്യൻ ചർച്ചുകളും ഉണ്ടായാൽ മതിയാ ഈ നാട്ടിൽ? നിങ്ങൾ തന്നെ പറയണം. ചൈനയിൽ നോക്കൂ, എവിടേക്ക് എത്തിയത് ചൈന? ചൈനയിലൊക്കെ ഒരു സ്വിച്ച് ഇട്ടാൽ, കാറിലിരുന്ന് ഒരു സ്വിച്ച് ഇട്ടാൽ മതി, കാർ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. നമ്മൾ തിരിക്കണ്ട, സിഗ്നലെല്ലാം നിൽക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ചൈനയിൽ വന്നത്. ഇവിടെ അമ്പലം പണിയുന്നുണ്ട് മോദി. എവിടെ? നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. $1 ഇപ്പോൾ എത്രയാണ്? 91 രൂപ. കോൺഗ്രസ് അധികാരത്തിൽ 62 എന്നുണ്ടായത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ പൈസയുടെ മൂല്യം കൂടിയാലുള്ള ഭയങ്കര പ്രശ്നം. നമ്മുടെ രാജ്യത്തിൻ്റെ വിലയാണ് ഇല്ലാതാവുന്നത്. മോദിയുടെ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഇവറ്റകൾ ഒരു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളാണ് കേരളത്തിൽ നമ്മൾ ഒരു സീറ്റ് പോലും, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൊടുത്തപ്പോൾ എന്തുണ്ടായി? ആക്രമണം. BJP അതായത് മറ്റേ അധികാരത്തിൽ കയറിയ അന്നല്ലേ നമ്മുടെ മറ്റേ ബംഗാളി എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊന്നത്. വിചാരിച്ചത് ഹിന്ദു എന്നാണ്, മരിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് ഒരു ഹൈന്ദവ സഹോദരനാണെന്നാണ്. 2 മക്കളുണ്ട് ആ പാവത്തിന്. കേരളത്താണ്, അതും പാലക്കാടിലാണ്. പാലക്കാടാണ് സൂക്ഷിക്കേണ്ടത്. പാലക്കാടിലുള്ളവരാണ് പറയുന്നത് വോട്ടിടല്ലേ നല്ലവരായ ഹൈന്ദവരെ, പ്ലീസ് നിങ്ങളുടെ കാള് ഞാൻ പിടിക്കാം, BJPക്ക് നിങ്ങൾ വോട്ടിടല്ലേ, നമ്മുടെ രാജ്യമില്ലാതാവും. ഞാൻ പേഴ്സണലി കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസിനാണ് സപ്പോർട്ട്. എല്ലാ വീഡിയോസിലും ഞാൻ ചെയ്യുന്നതിനും അങ്ങനെ തന്നെയാണ്. ആ നിലക്കും ഞാൻ പറയുകയാണ്, കോൺഗ്രസ് നിങ്ങൾ വോട്ടിട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ CPM-നെങ്കിലും സ്വതന്ത്രൻ ആർക്ക് വേണമെങ്കിലും BJP വന്നാൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. സത്യമല്ലേ ഞാൻ പറയുന്നത്? നമുക്ക് പോവണ്ടേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ഹൈന്ദവ സഹോദരൻ ഒരു ക്രിസ്ത്യാനിനെ മുസ്ലിമിനെ വെട്ടിക്കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഹൈന്ദവനെ വെട്ടുന്നു. അങ്ങനെയായി ആക്രമണമല്ലേ വരുന്നത്? നമ്മളിവിടെ ജാതിഭേദമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്നതല്ലേ നല്ലത്? 3 ദിവസത്തെ ഒരു ദുനിയാവല്ലേ, കൂടിപ്പോയാൽ 50 കൊല്ലം നമ്മൾ ജീവിക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് വർഗീയത കൊണ്ടുവരുന്നത്? അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.